കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സർ, ഇന്നലെ രാത്രി ശ്രീലക്ഷ്മി എവിടെ പോയതായിരുന്നു?
ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ താൻ എവിടേക്കാ പോയത്? അത് സർ, ഞാനൊരു ആവശ്യത്തിന്. 11 മണി മുതൽ 5 മണി വരെ ഈ വീടിന് പുറത്ത് തനിക്ക് എന്താണ് ആവശ്യം? താൻ ഇവിടെ വന്നത് ഞാൻ തരുന്ന കാശിന് എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനാ. അപ്പോ തന്റെ മേലിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്. ഒരു മുൻപരിചയമില്ലാത്ത സ്ഥലത്ത് അർദ്ധരാത്രി താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാനും തിരികെ വരാനും ഇത് തന്റെ നീലഹസ്തി മലയാണെന്ന് കരുതിയോ? പുറത്തു വെച്ച് അസമയത്ത് തന്നെ ആരെങ്കിലും കണ്ടാലോ എന്തെങ്കിലും സംഭവിച്ചാലോ എന്റെ ഭാര്യ എന്ന നിലയിലായിരിക്കും പുറത്ത് വാർത്തയാകുക. അല്ല, എന്തിനാണ് പുറത്തു പോയത് അത് പറഞ്ഞില്ലല്ലോ. സർ പ്ലീസ്, എനിക്ക് എന്റേതായ പല ആവശ്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ ഭാര്യയുടെ രൂപം ഉണ്ടായി പോയിന്ന് കരുതി ഞാൻ ഈ വീട്ടിൽ അടച്ചുമൂടി കഴിയണം? ഞാൻ എന്ന വ്യക്തി രൂപം കൊണ്ട് മാത്രമേ ഉള്ളൂ ശ്രീലക്ഷ്മി. എന്റെ വ്യക്തിത്വവും എന്റെ ശീലങ്ങളും വേറെയാ. അതാരുടെ മുന്നിലും ഞാൻ പണയം വെച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ കാശിന് ഞാൻ അഭിനയിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നവരുടെ മുമ്പിലൊക്കെ. പക്ഷേ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ നിങ്ങൾ തനിച്ചാവുമ്പോ അഭിനയത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആരും അറിയാതെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഇവിടെ ആരും എന്നെ ചോദ്യം ചെയ്യാനും വരണ്ട. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് പറ്റില്ലെങ്കിലോ? ഇവിടെയുള്ള അത്രയും കാലം എന്നെ അനുസരിച്ച് ജീവിച്ചേ പറ്റൂ. അടിമയാണോന്നില്ല, അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും കാര്യം അറിയണമെന്നേ പറയുന്നുള്ളൂ. തനിക്ക് ഏത് സമയത്ത് എവിടെ വേണമെങ്കിലും പോവാം. അനുവാദത്തിനല്ലാതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയെങ്കിലും എന്നോട് പറയണം, പറഞ്ഞേ പറ്റൂ. അതിന് സൗകര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം നിങ്ങൾ നോക്കിയാ പോരെ. പിന്നെ വേറൊരു കാര്യം, ഈ രൂപം ഇങ്ങനെ മാറ്റിയെടുത്ത പോലെ എന്റെ സ്വഭാവം മാറ്റുന്നൊന്നും ആരും കരുതണ്ട. അല്ലെങ്കിൽ തന്നെ എന്നെ ചോദ്യം ചെയ്യാനും എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു വരാനും മാത്രം നിങ്ങൾ എന്റെ ആരാ? ഞാൻ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. എന്റെ പുറകെ CID ആയിട്ട് നിങ്ങൾ നടക്കണ്ട. ഞാൻ കൺമണിയാ, കൺമണി, ഹസ്തനപുരി കണ്ണമ്മ, അല്ലാതെ നിങ്ങളുടെ ഭാര്യ ശ്രീലക്ഷ്മി അല്ല. അവള് മരിച്ചു, ചത്ത് തൊലഞ്ഞു. ആഹാ, താൻ എഴുന്നേറ്റോ? എത്ര തവണ ഞാൻ വിളിച്ചോന്നറിയാവോ? എന്താ ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ലേ? എന്തുറക്കോടോ, അതും ഒരിക്കലും ഇല്ലാത്ത പോലെ. ഇനി എഴുന്നേറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓഫീസിൽ പോകാന്ന് കരുതിയാ ഞാൻ റെഡിയായത്. ഞാൻ വരുന്നെങ്കിൽ വേഗം റെഡിയാവും. ഹലോ സാൻഡ്ര. ഹലോ സർ, ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. എന്താ സാൻഡ്ര? സർ, ഇന്നലെ രാത്രി ശ്രീലക്ഷ്മി മാഡം പുറത്തേക്ക് വല്ലതും പോയായിരുന്നോ? ഒരു 11 മണിക്ക് ശേഷം.
11 മണിക്ക് ശേഷമോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ കണ്ടതോ സർ? ഓ, ഇന്നലെ രാത്രി എന്ന് പറഞ്ഞ അർദ്ധരാത്രി ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ പുറത്തു വെച്ച് കണ്ടു. തനിക്ക് ആള് മാറിയതായിരിക്കും സാർ. ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ശ്രീലക്ഷ്മി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സർ, പറയുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്. സാർ ഉറങ്ങിയപ്പോഴും ഉണർന്നപ്പോഴും അടുത്തുള്ള ഭാര്യ ഇതിനിടയ്ക്ക് എവിടെയോ പോയിട്ടുണ്ട്. ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ ശ്രീലക്ഷ്മി മാഡത്തെ. സാൻഡ്ര, ഞാൻ പറഞ്ഞില്ലേ, ശ്രീലക്ഷ്മി ഇന്നലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സാൻഡ്ര കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഓ, പറയുന്നത് പോലെ ഒരാളെ പോലെ 7 പേരുണ്ടെന്നാണല്ലോ. അതില് 2 പേരെ മുന്നിൽ കണ്ടു. ബാക്കി 5 പേരെ എവിടെയാണോ ആവോ. സാൻഡ്ര, തന്റെ പരിഹാസത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഒരാളെ പോലെ എത്ര പേരുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ എന്റെ ശ്രീലക്ഷ്മിയെ പോലെ അവൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം എനിക്കറിയാം. തന്റെ ശതമാനക്കണക്കിൽ പറഞ്ഞാൽ എനിക്ക് 100% വിശ്വാസമുണ്ട് ഇതെന്റെ ശ്രീലക്ഷ്മിയാണെന്നും ഇന്നലെ രാത്രി അവൾ എങ്ങോട്ടും പോയിട്ടില്ലെന്നും. സോറി സർ, അപ്പോ എനിക്ക് ആള് മാറിയതാവും. സോറി. ഇറ്റ്സ് ഓക്കേ സാൻഡ്ര, ബൈ. ബൈ സർ. യമുന, എന്താ അമ്മേ? ശ്രീലക്ഷ്മി താഴേക്ക് വന്നില്ലേ? ഇല്ല അമ്മേ, ഇതുവരെ വന്നില്ല. ഇതെന്തു പറ്റി താമസിക്കുന്നത്? മോളെ, മോളെ ശ്രീലക്ഷ്മി. അമ്മേ, ദാ വരുന്നു. ശ്രീലക്ഷ്മി മാഡം ഇന്ന് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. സോറി അമ്മേ, ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. അത് സാരമില്ല. മോള് വേഗം വിളക്ക് കത്തിക്ക്. ആ, ശരി അമ്മേ. മോൾ അത് വെച്ചിട്ട് വാ, വല്ലതും കഴിക്കാം. ശരി അമ്മേ. യമുന, ആഹാരം എടുത്തു വെക്ക. ശരി അമ്മേ.
എന്താടോ ഒരു ആലോചന? ഏ ഒന്നുമില്ല സർ. അങ്ങനെ ഒന്നുമില്ലാതില്ല, എനിക്കറിയാം എന്താണെന്ന്. നാളെ നമ്മൾ നീലഹസ്തിയിലേക്ക് യാത്ര തിരിക്കല്ലേ? അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എനിക്ക്. ആ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ അതിനേക്കാൾ ആ പേടിയെ മറികടക്കുന്ന ഒരു യാത്ര, അങ്ങനെ ഇതിനെ കാണാനാ എനിക്കിഷ്ടം. പിന്നെ എല്ലാ പേടിയും മാറ്റാൻ തക്കവണ്ണം ഒരാൾ എന്റെ കൂടെ ഉണ്ടല്ലോ. നീലഹസ്തി എന്നല്ല, ഈ ലോകത്തിന്റെ ഏത് കോണിലേക്കാണെങ്കിലും രവിവർമ്മന്റെ നെഞ്ചോട് ചേർന്ന് ഈ ശ്രീലക്ഷ്മൺ. മാത്രമല്ല, ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന നമുക്ക് ഈശ്വരൻ തന്നത് കുറെ സങ്കടങ്ങളാണ്. ഇനിയും അങ്ങനെ ഒരു സംഭവവും സങ്കടവും ഈശ്വരൻ നമുക്ക് തരാൻ പാടില്ല. അതിന് നീലഹസ്തി എന്നൊരു സ്ഥലമല്ല, ലോകത്തെ എവിടെ വേണേലും നമ്മൾ പോവും. സാർ ഒപ്പം ഉണ്ടെന്നുള്ള ധൈര്യം മാത്രം എന്റെ കൈമുതല്. ഈ യാത്രയില് നമുക്കാർക്കെങ്കിലും വല്ലതും പറ്റിയാൽ ഹായ്. യാത്ര പോകുന്നതിന് മുമ്പ് തനിക്ക് സമ്മാനമായി തരാൻ ഞാൻ വാങ്ങിവെച്ചതാ. കുറെ സമ്മാനങ്ങൾ തനിക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇത് അതിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ യാത്ര വെറും ഒരു യാത്രയായിട്ടല്ല ഞാൻ കാണുന്നത്. രവിയുടെയും ശ്രീയുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളം കൂടിയ ഈ വള. താൻ പേടിക്കുന്ന പോലെ ഈ യാത്രയിൽ എനിക്കോ തനിക്കോ വല്ലതും പറ്റിയാൽ എനിക്ക് തന്നെ ഓർക്കാനും തനിക്ക് എന്നെ ഓർക്കാനും പൂർണ്ണചന്ദ്രനെ സാക്ഷി നിർത്തി രവി ശ്രീലക്ഷ്മിക്ക് തരുന്ന സമ്മാനം. എപ്പോഴായാലും നീയും ഞാനും തമ്മിൽ വേർപ്പെടുന്നത് വരെ ഇത് താൻ സൂക്ഷിക്കണം. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടു തരുന്ന. മനസ്സിലായി സർ. നേരത്തെയുള്ള പേടിയൊന്നും ഇപ്പൊ എനിക്കില്ല. ഇത് സാറ് കയ്യിലേക്ക് കിട്ടുന്ന നിമിഷം മുതല് എന്തോ ഒരു ധൈര്യം പോലെ. ഇതെപ്പോഴും ഞാൻ അറിഞ്ഞില്ലെങ്കിലും സദാസമയം എന്നോടൊപ്പം ഉണ്ടാവും. സാറിനെ ഇഷ്ടപ്പെടുന്ന അത്രയും ഇപ്പോ ഞാൻ ഇതിനെ ഇഷ്ടപ്പെടുന്നു. I love you, sir. I love you so much. I love you too.